മൂന്നാമത് സംസ്ഥാന സഹകരണ എക്സ്പോയ്ക്ക് നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. 2025 അന്തർദേശീയ സഹകരണ വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തവണ സഹകരണ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ കനകക്കുന്ന് പാലസ് ഗ്രൗണ്ടിൽ സജ്ജീകരിച്ച 70,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത്തവണത്തെ സഹകരണ എക്സ്പോ സ്റ്റാളുകൾ ഒരുങ്ങുന്നത്. 260 സ്റ്റാളുകളിലായി 400-ൽ പരം സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളും 7 ദിവസത്തെ സഹകരണ എക്സ്പോയിൽ സംഘടിപ്പിക്കും. 23 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന സഹകരണ എക്സ്പോ 23-നാണ് കനകക്കുന്നിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ഇത്തരത്തിൽ നമ്മുടെ പ്രദർശനവും വിപണനവും നടന്നത് വലിയ രൂപത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് നമുക്ക് എക്സ്പോർട്ടിനുള്ള സൗകര്യങ്ങളെല്ലാം ലഭിച്ചത്. 12 ടൺ പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് നമ്മൾ ഈ അടുത്ത കാലത്ത് സഹകരണ മേഖല ഉൽപ്പന്നങ്ങൾ കൊച്ചിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഈ കാലഘട്ടത്തിൽ എക്സ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മിതമായ വിലയ്ക്ക് വിപണനം നടത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് സവിശേഷതയാണ്. ഇതോടൊപ്പം 7 ദിവസവും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വിവിധ കലാസന്ധ്യകളും അരങ്ങേറും. സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങിനായുള്ള അവസരവും ഫുഡ് കോർട്ടും എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും. കേരളീയ സമ്പദ് വ്യവസ്ഥയിൽ സഹകരണ മേഖലയുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതിനും സഹകരണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരണം നൽകുന്നതിനുമാണ് സഹകരണ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. എക്സ്പോയ്ക്ക് മുന്നോടിയായി വിവിധ പ്രചാരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.